അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്താ നിങ്ങളുടെ പ്രശ്നം? കള പറിക്കാനുണ്ട്. പറിക്കണം. ആളെ ഒട്ട് കിട്ടാനും. ഗിരീഷ് എന്താ പറയുന്നെന്ന് വെച്ചാ ജൈവവളം ഇടണം, വേറെ മരുന്നൊന്നും തളിക്കണ്ട. അതിന് ഇവിടെ ആരാ ആൾക്കാര്? പെണ്ണുങ്ങളെല്ലാം ഗാർമെന്റ്സിൽ പണിക്ക് കയറുന്നു. ബ്ലൗസ് ഒക്കെ നേരത്തെ ഫുൾ കൈയായിരുന്നു, ഇപ്പോ കയ്യില് തുണിയേ ഇല്ല. ഇനി എന്തൊക്കെ കാണിക്കുവോ എന്തോ. ഈ ഫാക്ടറി വന്നത് മൂലം നാട്ടിലെ പിള്ളേരെല്ലാം പിഴച്ചു പോയെന്നേ. തലയൊക്കെ ഒരുമാതിരി കട്ടി പിടിച്ചിരിക്കുക. ഒരു ചായ എടുക്കടാ. ഈ ബാങ്കിന്റെ മെഷീൻ വെക്കുന്നിടത്തേക്ക് പോയില്ലേ? അവിടുന്ന് നിങ്ങൾക്കൊന്നും കിട്ടിയില്ലേ? അവിടുന്ന് കിട്ടി ഒരു മൂത്രച്ചവയുള്ള സാധനം. മൂത്രോ? പിന്നല്ലാതെ. പെൻഷൻ കാശ് ഇടാനും എടുക്കാനും ഒക്കെ ഇനി കുറച്ചൊക്കെ എളുപ്പമായിരിക്കും. ഇത്രയും പ്രായമൊക്കെ ആയി വരികയല്ലേ. എനിക്കൊരാഗ്രഹം ഉണ്ടാ, പക്ഷേ അതിനുള്ള സമയമായിട്ടില്ല. എന്തായാലും അവരുടെ പഞ്ചാമൃതം കഴിച്ച് നാട്ടുകാരുടെ മുഴുവൻ വയറ് നിറഞ്ഞു. മൂത്തിട്ടില്ലടാ, ഞാൻ പഴത്തിന്റെ കാര്യമാ പറഞ്ഞു. എവിടെ പോയിരിക്കായിരുന്നടാ? നിങ്ങൾക്കൊരു മരുമോളെ അന്വേഷിക്കാൻ വേണ്ടി പോയതാ. ശരി, വേഗം വിളിച്ചിട്ട് വാ. കള പറിക്കാനുണ്ട്. അറിയുന്ന എല്ലാത്തിനും കൂട്ടിക്കോ. മാധവേട്ട, ഇന്ന് അവളെ കാണാൻ എത്ര സുന്ദരി ആയിരുന്നു അറിയോ മാധവേട്ട? എടാ, നിനക്ക് വല്ല നാണമുണ്ടോ? ഒരു ഉമ്മ പോലും കൊടുത്തിട്ടില്ല. വെറുതെ ഈ വർത്താനം പറച്ചിൽ മാത്രമേ. മാധവേട്ട, വെറുതെ കിസ് മാത്രം ആക്കുന്നതിനാ? ഡയറക്റ്റ് കാര്യത്തിലേക്ക് കടക്കാലോ. നല്ല മകനെയാണ് ഉണ്ടാക്കി വിട്ടിരിക്കുന്നത് നിന്റെ തന്ത. നിന്നെയൊക്കെ ഉണ്ടാക്കിയ നേരത്ത് 10 പന്നിക്കുട്ടികളെ ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. കാശെങ്കിലും കിട്ടിയാനെ. ബാക്ക് ബാക്ക് ബാക്ക്. ഭയങ്കര സന്തോഷത്തിലാണല്ലോ. ഗിരീശ, പൂവിലൊരു പൂമ്പാറ്റ് വന്ന പോലെയുണ്ട്. അവന്റെ ഒരു ചിരി കണ്ടില്ലേ? ചെല്ലേ. ആഹാ, ചക്കരപ്പായുസവും ചക്കപ്രഥമനും കൂട്ടിയുണ്ണാൻ ചക്കരക്കൂട്ടരെ നിങ്ങൾ വായോ. ഇതിന്റെ സ്വാദൊന്ന് വേറെ തന്നെ. ആസ്വദിച്ചുണ്ണാം വയർ നിറയെ. ഇതെന്താ സാറേ ഇങ്ങനെ വിയർക്കുന്നേ? അങ്ങനൊന്നുമില്ല. കറികൾക്ക് എരിവ് കൂടുതലുണ്ടോ? അടി, കുറച്ച് പായസം എടുത്തോണ്ട് കൊടുക്ക. അയ്യോ, ഇനി പായസം. അയ്യോ വേണ്ട, ഇനി ഒന്നും വേണ്ട. മതി മതി, ശരിക്കും മതിയായോണ്ടാ. ഇവിടുത്തെ ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. നൈസ് ഫുഡ്, നൈസ് ഫുഡ്. നല്ല പായസത്തിന് മണം വരുന്നുണ്ടല്ലോ. മോളെ, കറുപ്പ് സ്വാമിക്ക് ഒരു ഗ്ലാസ് പായസം എടുത്തു കൊടുക്ക. അതെ, ഈ നോട്ട് വരുന്ന മിഷൻ കൊണ്ട് വെച്ചിട്ടില്ലേ? ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഗുണമുള്ളേ? നിങ്ങള് ബാങ്കില് പൈസ കൊണ്ടിട്ടില്ലേ? അത് നിങ്ങൾക്ക് ആവശ്യം വരുന്ന സമയത്ത് ഇതേ ATM നിന്ന് എടുക്കാനായിട്ട് പറ്റും. ഓ, അതായത് നമ്മുടെ വീട്ടിലെ പെണ്ണുങ്ങളെ അമ്പലത്തിൽ കൊണ്ട പച്ചക്കറി പൂജയ്ക്ക് വെച്ചിട്ട് പിന്നെ അതുകൊണ്ടൊന്ന് വെച്ചുണ്ടാക്കുന്നില്ലേ? അങ്ങനെയാ? ഇത് അതുപോലെയൊന്നും അല്ല കറുപ്പുസ്വാമി. അത് അങ്ങനെയല്ല. നമ്മുടെ മാധവേട്ടന് എല്ലാ മാസവും പെൻഷൻ കാശ് വരുന്നില്ലേ? അതെടുക്കാൻ ബാങ്ക് വരെ പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ മെഷീൻ ഉപയോഗിച്ച് എടുക്കാന്നേ. അങ്ങനെയാണോ? എന്താ പായസം? ഇവിടെയുള്ള ലോക്കൽ കാൻഡിഡേറ്റ്സിനെ അപ്പോയിന്റ് ചെയ്ത് അവരെ എഡ്യൂക്കേറ്റ് ചെയ്താൽ നന്നായിരിക്കും തോന്നില്ലേ സാർ? നമ്മുടെ ഈ നാട്ടിൽ അത്യാവശ്യത്തിന് വിദ്യാഭ്യാസമുള്ള ഒരാള് ഈ ഗിരീഷ് മാത്രമാണ്. മിസ്റ്റർ ഗിരീഷ്, വാട്ട് ഡു യു നോ അബൌട്ട് ദ ബാങ്ക്? ബാങ്ക് അത് an establishment authorized by government to accept for deposit by clear checks, loans, acts as an intermediary in financial transactions and provide other financial services to its customers. പറഞ്ഞിരുത്തില്ലേ? ഇങ്ങതാ, if I want to marry with Bhagya, first I want to catch her father. എന്താ ശരിയല്ലേ? പാവം മുന്തിരി പെട്ടുപോയി. മനുഷ്യൻ ഇവിടെ പെട്ടു നിൽക്കുമ്പോഴാ. അതെല്ലാം വിട്ടുകളാ. ഇപ്പോ നിങ്ങളുടെ ബാങ്കിന്റെ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എല്ലാവരും റിക്വയർമെന്റ് കണ്ടുപിടിക്കണം. അവരുടെ ആവശ്യം എന്താ? ലോണാണോ, ഗവൺമെന്റ് ഫണ്ടാണോ? അതെല്ലാം കൊടുക്കാന്ന് പറയണം. അതിനുശേഷം നിങ്ങളുടെ സർവീസിന്റെ കാര്യമൊക്കെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലും മനസ്സിലാവും എന്നാ എനിക്ക് തോന്നി സാർ. ഓക്കെ ഓക്കെ, വെൽ, അങ്ങനെയാണെങ്കിൽ ഇതില് താങ്കൾ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യേണ്ടി വരും. അത് ചെയ്യാലോ സാർ. അതിനിപ്പോ എന്താ? ചെയ്തു തരും. പണി തരാതിരുന്നാ കൊള്ളാം. അപ്പൊ പണി കിട്ടുമോ? നിന്റെ ഭർത്താവിന് വിളിച്ചിറക്കടി. ചേട്ടൻ ഇവിടെ ഇല്ല. ഈ നാടകങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. അവൻ ഇങ്ങോട്ടേക്ക് കെട്ടിയെടുക്കുന്ന ഞാൻ കണ്ടടി.
പെണ്ണുമ്പിള്ളെ പറഞ്ഞു വിട്ടിട്ട് അവളുടെ സാരി തുമ്പി കടിച്ചു തൂങ്ങിയിരിക്കാൻ നിനക്ക് നാണമില്ലടാ. ഥു, എത്ര കാലം ഇങ്ങനെ നാണം കെട്ടി ജീവിക്കും? ഞാൻ മരത്തുനിന്ന് പൊട്ടിച്ചുണ്ടാക്കിയ പൈസ ഒന്നുമല്ല, കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടാ നിനക്ക് തന്നെ. ചേട്ടാ അതുകൊണ്ടൊന്നല്ല. നാണുണ്ടെങ്കിൽ കാശ് നിന്ന് സംസാരിക്കണം. 3 വർഷമായിട്ട് പലിശയില്ല, മുതലും ഇല്ല. ഇന്ന് പൈസ തരാതെ നിന്റെ കുടുംബത്തിന് ഇറങ്ങില്ല. ചേട്ടാ 3 വർഷം ക്ഷമിച്ചില്ലേ? ഒരു 4 മാസം കൂടെ സമയം താ, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. ഓഹോ, ആഴ്ചയിൽ 2 സിനിമയും കണ്ട് ഹോട്ടലിൽ പോയിട്ട് മസാല ദോശ തിന്നാൻ നിന്റെ അടുത്ത് പൈസ ഉണ്ടല്ലോ. എനിക്ക് തരാൻ മാത്രം പൈസ ഇല്ല. നിങ്ങളുടെ സകല കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് അറിയുന്നുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. മര്യാദയ്ക്ക് എന്റെ കാശ് ഇന്ന് തന്നെ എനിക്ക് കിട്ടണം. അതിന് നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. ഇനി കൂടുതലൊന്നും സംസാരിക്കാനില്ല. എനിക്ക് തന്നെ വീട് പറമ്പൊന്നും വേണ്ട. ഇത് ആർക്കെങ്കിലും വിറ്റാ പൈസ എനിക്ക് കിട്ടിയാൽ മതി. ഓ, താൻ ആവശ്യമില്ലാതെ ബഹളം വെക്കുന്നതിനാ? അവൻ വെറുതെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വാങ്ങിച്ചതൊന്നല്ല, സ്വന്തം പെങ്ങളുടെ കല്യാണ ആവശ്യത്തിന് വേണ്ടി മേടിച്ചതല്ലേ. തോട്ടത്തിൽ വാഴ വെച്ച് നോക്കി, ഉണ്ടായി വന്ന പടത്തിൽ മൊത്തം കല്ല്. അത് കഴിഞ്ഞിട്ട് തക്കാളി വെച്ച് നോക്കി, വില കിട്ടണ്ടായപ്പോ റോട്ടി കൊണ്ട് കളയായിരുന്നു. ഇതൊരുമാതിരി ആരോ വേണമെന്ന് വെച്ച് ചെയ്ത പോലെ തോന്നി. പയറ് നടാൻ പറഞ്ഞു, നല്ല രീതിയിൽ സമ്പാദിക്കാന്നും പറഞ്ഞ് വിത്തും കൊടുത്തിട്ട് പോയതാ. അന്ന് വിതച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുക, ഒരു മുള പോലും പൊട്ടിയിട്ടില്ല. ആ പയറൊക്കെ വലിച്ചേറി അവിടെ കൊണ്ട് കളയുന്ന ആലോചിക്കുക. ഇപ്പൊ താൻ പുറത്തിറങ്ങി നോക്ക്, കിണറ്റില് വെള്ളം പോലും ഇല്ല, മണ്ണൊക്കെ വരണ്ട് കിടക്കുക. പിന്നെ അവൻ എന്ത് ചെയ്യാനാ? നിങ്ങൾ എന്തെങ്കിലും കാണിക്ക്, എനിക്ക് എന്റെ പൈസ കിട്ടിയാൽ മതി. ഡോ, വേളം വെച്ചത് എനിക്ക് ആരെങ്കിലും പൈസ തരോ? അവൻ ആത്മഹത്യ ചെയ്താലോ? ആ പോയി ചാവട്ടെ. കർഷകൻ ചത്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ഗവൺമെന്റ് കുറച്ച് സഹായം കൊടുക്കുമല്ലോ. അങ്ങനെയെങ്കിലും എന്റെ പൈസ ഒന്ന് കിട്ടട്ടെ. എപ്പോ നോക്കിയാലും കുറെ ന്യായം പറഞ്ഞോണ്ട് വന്നോളൂ. രംഗ, അവിടെ ചർച്ച നടക്കുന്നുണ്ട്, അവിടെ പോയിരിക്കാം. ഓ, നാട്ടുകാർ മൊത്തം കേറിയിട്ടുണ്ടല്ലോ. എല്ലാരും ശ്രദ്ധിക്കുക. 3 വർഷമായി നാടകം നടത്തിയിട്ട്. 3 വർഷം മുമ്പ് വേഷങ്ങള് വീതിച്ചു കൊടുക്കുന്നതിന്റെ പേരിൽ തമ്മിൽ തല്ലി നാടകം എന്ന പരിപാടി തന്നെ നമ്മൾ ഉപേക്ഷിച്ചു. നാട്ടുകാർക്ക് മൊത്തം അറിയാലോ. 10 തവണയും ശ്രീരാമന്റെ വേഷം അഭിനയിച്ച് കൈഡി വാങ്ങിച്ചത് പാക്കരനാ. അവനില്ലാതെ അങ്ങനെ നാടകം നടത്തും? നാടകത്തിൽ അഭിനയിച്ച കാശ് ഇല്ലെന്ന് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. ഇടമട്ടെ, നീ ഒന്നും മിണ്ടാതിരിക്കെ. വെറുതെ ഇടയ്ക്ക് ഒരു വർത്താനം പറയല്ലേ, അവര് സംസാരിക്കട്ടെ. അതുകൊണ്ടല്ല കറുപ്പസ്വാമി, ഞാൻ നാടകത്തിൽ രാമന്റെ വേഷം അഭിനയിക്കണമെങ്കിൽ പാക്കരൻ തന്നെ ശ്രീരാമനായിരിക്കണം. എന്നാലല്ലേ നാടകം കാണാനായിട്ട് രസം ഉണ്ടാവും. അത് ശരിയാ. അതിനെക്കുറിച്ച് സംസാരിക്കാനല്ലേ നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. എല്ലാരും കേക്ക്. ഞാൻ സംസാരിച്ച് തീരുന്നത് വരെ ഇവിടെ ഒരുത്തനും ചുമക്കാൻ പോലും പാടില്ല. അതൊക്കെ വിട്ടിട്ടെ കാര്യം പറയാനുള്ളത് പറ. ഇവൻ അന്ന് പെണ്ണുങ്ങളുടെ കൂടെ ഡാൻസ് ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധം. അത് സമ്മതിക്കാത്തത് കൊണ്ട് സ്റ്റേജിന് തീയിട്ടിട്ട് ഇറങ്ങിപ്പോയവനാ. 200 എണ്ണിക്കൊടുത്ത് ഒരുത്തിനെ വളച്ച് വെച്ചതാ ഞാൻ. അപ്പൊ പിന്നെ നീ അതല്ലാതെ വേറെന്താ ചെയ്യാ? ആ ഒരു കാര്യത്തിന്റെ പേരിലല്ലേ ഈ നാടിന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ പോയത്. ബോരാപ്പൂരുകാരുടെ നാടകമാണെന്ന് കേൾക്കുമ്പോ തന്നെ ചുറ്റുവട്ടത്തുള്ള 10 ഗ്രാമങ്ങളിലെ ആൾക്കാർ കാത്തിരിക്കുമായിരുന്നു. എന്തായാലും ഇത്തവണ ഒരു ഉറച്ച തീരുമാനം എടുത്തിരിക്കുക. പഴയ നാടകം തന്നെ എടുത്താ വീണ്ടും തമ്മിൽ തല്ലുവെന്ന കാര്യം ഉറപ്പായതുകൊണ്ട് പുതിയൊരു നാടകം എടുക്കാമെന്നാണ് ആശാൻ പറയുന്നത്. ആശാൻ ആർക്കെന്ത് വേഷം തരുന്നോ അതായിരിക്കും നിങ്ങളുടെ വേഷം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കാര്യത്തിൽ സമ്മതമാണെങ്കിൽ ഇതിന്റെ മുഴുവൻ ചെലവുകളും ഈ ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല. കൗണ്ടർ ചെലവെല്ലാം ഏറ്റോടാന്ന് പറഞ്ഞില്ലേ, പിന്നെ നമുക്കെന്നാ. ഇന്നൊരു നല്ല ദിവസമാണ്. പൂജ ചെയ്തിട്ട് എല്ലാവർക്കും വേഷം പിരിച്ചു കൊടുത്തേക്ക്. ആയിക്കോട്ടെ കൗണ്ടറെ. എല്ലാരും ശ്രദ്ധിക്കണം. നാടകം എല്ലാവരും മനസ്സിരുത്തി പഠിച്ചോണം. എന്താ? ഇത് എന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. 3 വർഷമായിട്ട് നാടകമൊന്നും പ്രാക്ടീസ് ചെയ്യാതിരിക്കുന്നതുകൊണ്ട് നിങ്ങളെല്ലാവരും എല്ലാം മറന്നിട്ടുണ്ടാവും. അതെന്താ കൗണ്ടർ അങ്ങനെ പറഞ്ഞോളെ? ഭാരതഭൂമി നമ്മുടെ സ്വന്തം നാട്, അഭിമാനപൂരിത നാട്. ഈ മക്കളെല്ലാം നമ്മുടെ സഹോദരങ്ങൾ. ഭാരതഭൂമി നമ്മുടെ സ്വന്തം നാട്, അഭിമാനപൂരിത നാട്. ഇതെന്നെ പാട്ടാ? എന്റെ ഭാരത ഭൂമി എന്നാൽ ചോര തിളയ്ക്കും, ചോര തിളയ്ക്കും. അത്